ാണ് എന്നാണ് ഗവേഷണം തെളിയിക്കുന്നത്. പഠനത്തിൽ കണ്ടെത്തിയ ടോക്സിക് മസ്കുലിനിറ്റിയെ 4 ഘട്ടങ്ങളായി തിരിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ ഘട്ടം അവഗണന അല്ലെങ്കിൽ ഡിസ്ഇൻട്രസ്റ്റ്. സ്ത്രീകളെ വെറും ഒരു തടസ്സമായി കാണലാണ് ഈ സ്റ്റേജിന്റെ പ്രത്യേകത. ഉദാഹരണം, ജിമ്മിൽ സ്ത്രീകളെ മനഃപൂർവ്വം അവഗണിക്കുന്ന യുവാക്കൾ. നിരാകരണമാണ് രണ്ടാമത്തത്, അതിന് റിജക്ഷൻ എന്ന് പറയാം. പ്രണയം വേണ്ട, സിംഗിളായി നിൽക്കുന്നതാണ് നല്ലതെന്ന ആശയം. അതിന്റെ മനഃശാസ്ത്രം ഇത്രയേ ഉള്ളൂ, കിട്ടാത്തത് അവഗണിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ്. കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് വേണമെങ്കിൽ പറയാം. മൂന്നാമത്തത് അപമാനം, ഹ്യൂമിലിയേഷൻ. സ്ത്രീകളെ പരസ്യമായി പരിഹസിക്കൽ. ഉദാഹരണം, സ്ത്രീകൾക്ക് പൂക്കൾ നൽകി പിന്നെ തിരികെ വാങ്ങുന്ന ട്രെൻഡ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണാം. വിദ്വേഷമാണ് അവസാനത്തേത്, ഹെയ്റ്റ്. അമേരിക്കൻ സൈക്കോ പോലുള്ള സിനിമകളിൽ നിന്നുള്ള ക്ലിപ്പുകൾ പ്രചരിപ്പിച്ച് അതൊക്കെ നോർമലൈസ് ചെയ്യലാണ് ഈ സ്റ്റേജിന്റെ പ്രത്യേകത. ഇനി താത്വികമായി ഒന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും ഇത് യുവാക്കളുടെ മാനസികാരോഗ്യം അപകടത്തിലാക്കുന്നു എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാം. ഒറ്റപ്പെടൽ, ദേഷ്യം, ഡിപ്രഷൻ എന്നിവയെല്ലാം ഇതിന്റെ അനന്തരഫലങ്ങളാണ്. സ്ത്രീകൾക്കെതിരെയുള്ള ഓൺലൈൻ ആക്രമണങ്ങളും സൈബർ ബുള്ളിയിങ്ങും വർദ്ധിക്കുന്നതിൽ ഈ ട്രെൻഡിന് വളരെയധികം നല്ലൊരു പങ്കുണ്ട്. പിന്നെ നമ്മുടെ രാഹുൽ ഈശ്വർ പറയുന്ന പോലെ സ്ത്രീകൾക്ക് എല്ലാം ഉണ്ട്, പുരുഷന്മാർക്കൊന്നുമില്ല എന്ന മിഥ്യാധാരണ നമ്മുടെ സാമൂഹിക ബന്ധങ്ങൾ ദുർബലമാക്കുന്നു എന്നും ഈ സ്റ്റഡി കണ്ടെത്തി. ചരിത്രവുമായി കമ്പയർ ചെയ്താൽ നമുക്ക് കാണാം, 1920കളിലെ ജർമ്മനിയിലെ നാസിസം എന്ന ആശയം പോലെ ഇന്ന്